അസ്സലാമലൈക്കും. ഞാൻ സലീം കൊടിഞ്ഞിപ്പുറേ കൂട്ടുകാർ. ഇന്ന് നിങ്ങൾ വോയിസിൽ വരാൻ കാരണം ഈ സമയം കേരള മനസ്സാക്ഷി വലിയ ദുരന്തമേറ്റു വാങ്ങി നിൽക്കുന്ന സമയമാണ്. എല്ലാവരും വലിയ മാനസിക വിഷമത്തിലാണ്. ഈ സമയത്ത് ഞാൻ വീഡിയോ കേൾക്കാനിടയായി. വളരെ ഇടുങ്ങിയ മനസ്സിലുള്ളവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ചില വാക്കുകളാണ് വീഡിയോയിലുള്ളത്. നിങ്ങൾ ആ വീഡിയോ ആദ്യം ഒന്ന് കേട്ടു നോക്കുക. വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് പോവാണ്. ആൾക്കാരെ കണ്ടോളി. ഉസ്താദിന്റെ നേതൃത്വത്തില് എല്ലാരും പെടട്ടെ, ഞാൻ മാത്രം വേണ്ട. ഈ വീഡിയോയിലുള്ളത് ഒരു വഹാബി പള്ളിയിലെ ഇമാമും അദ്ദേഹത്തിന് കുറച്ച് അനുയായികളുമാണ്, മുജാഹിദുകള്. ഇവര് പറയുന്നത് ഇന്നലെ നമ്മളെ മനസ്സാക്ഷി നെട്ടിപ്പിച്ച വയനാട് ദുരന്തം ആ ഒഴുക്കില് മലപ്പുറത്തെ മഹദിന് സ്ഥാപനം കൂടി ഒഴുകിപ്പോകണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലത്തെ ശക്തമായ മഴയില് ഗ്രാൻഡ് മസ്ജിദും മഹദിലെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം നിറയുകയുണ്ടായി. അപ്പോൾ അതിലുള്ള ആഹ്ലാദം അവർ പങ്കുവെക്കുന്നത് അവർക്ക് മഹദിന് കൂടി എന്ത് ചെയ്യണം, ആ വെള്ളത്തിൽ ഒഴുകിപ്പോകണമായിരുന്നു എന്നവർ പറഞ്ഞു. എത്ര ഇടുങ്ങിയാണ് ചിന്തിക്കാൻ നോക്കണം. എന്തൊരു വിഭാഗീയതാണ് മനസ്സിലുള്ളത്. ഇങ്ങനെ പറയാൻ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ അത് വല്ലാത്ത ഇടുങ്ങിയ മനസ്സിലൂടെ നമ്മളൊക്കെ കഴിയുള്ളൂ. മഹദിൽ മാത്രമല്ല, മഴ വന്നാൽ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും വെള്ളം കയറും. അത് മഴ എന്നാൽ വെള്ളം തോരുകയും ചെയ്യും. അൽഹംദുലില്ലാഹ് മഹദിലെ വെള്ളം നമുക്ക് കണ്ട് ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ആവശ്യം, ഇവര് മനസ്സിന്റെ വെറുപ്പ് ഇവരെ പ്രകടിപ്പിക്കണം. മഹദിനും കൂടി അതിന്റെ കൂടെ അങ്ങോട്ട് ഒഴുകിപ്പോണമായിരുന്നു എന്നാ പറയുന്നത്. വല്ലാത്ത കൗമാണ് ഇവര്. പടച്ചറബ് ഇവരെ ഷെറിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.